ഇന്ന് രാവിലെ അടുക്കളയിൽ കയറി എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊന്ന് നോക്കാട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. ചക്ക എരിശ്ശേരി വെച്ചു, പിന്നെ കടലക്കറി വെച്ചു, പിന്നെ ഒരു നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈസ്റ്റർ നോമ്പ് തുടങ്ങിയതിൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ. ചോറ് ഞാൻ ഉപേക്ഷിച്ചിട്ട് ഇന്നിപ്പോൾ 45ാമത്തെ ദിവസമാണ്. കറികൾ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ നോമ്പൊക്കെ വരുന്നത് നമ്മുടെ ഒരു ശരീരശുദ്ധിക്ക് നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ കുറേ അധികം ഭക്ഷണം കഴിച്ച് നോൺ വെജും മധുരം അങ്ങനെ കുറേ ചോറും ഒക്കെ വാരി വലിച്ച് തിന്നിട്ടാണല്ലോ നമ്മൾ മലയാളികൾക്ക് ശീലം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്നൊരു ശരീരത്തെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ മനസ്സിൻ്റെ കൺട്രോളിനും വേണ്ടിയിട്ട് ഈ നോമ്പ് കാലമൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞാനൊക്കെ നോമ്പെടുത്തത് ഒരു ഡയറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഒത്തിരി ഒന്ന് വണ്ണം കുറയണം, അത് പിന്നെ മനസ്സിന് എന്തോരം കൺട്രോൾ പവർ ഉണ്ട് എന്നുള്ളതും എനിക്കൊന്ന് മനസ്സിലാക്കണം. അതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പെടുത്തത്. അപ്പം മിക്ക ദിവസവും എൻ്റെ രാവിലത്തെ ഭക്ഷണം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്തെങ്കിലും കറികളൊക്കെ കഴിക്കും, പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ കൂടുതലൊന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചമ്മന്തി, അടിപൊളി ചമ്മന്തിയായിരുന്നു ഇത്. ഈ മാങ്ങ അധികം മൂക്കാത്ത മാങ്ങയുണ്ടല്ലോ, അത് ഇങ്ങനെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മാങ്ങ കിട്ടിയപ്പോൾ, അതായത് നമ്മുടെ മാവുമൊക്കെ തന്നെയുള്ളതാണ്, ആ മാങ്ങ കിട്ടിയപ്പോൾ ഇങ്ങനെ അച്ചാറിട്ട് വെച്ചിട്ട് അത് ഇപ്പം എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് മിക്സിയിലിട്ട് ഉടച്ചു കൂട്ടാം. അങ്ങനെ ഉള്ള ഒരു ചമ്മന്തിയാണിത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാനല്ല സത്യത്തിൽ ഇത് ഉണ്ടാക്കിയത്, അമ്മച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അതിൻ്റെ എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും അഡീഷണൽ ചേർത്തോ അതൊന്നും എനിക്കറിയില്ല. വായയിൽ വെള്ളം വരുന്നു അച്ചാറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ. അപ്പോൾ ഈ അച്ചാർ കഴിച്ചിട്ട് എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം മുൻപ് ഇട്ട് വെച്ച അച്ചാർ അതെനിക്ക് തോന്നുന്നത് മറ്റേ ഈ കടുകെണ്ണ പോലത്തെ എണ്ണയിലെങ്ങാണ്ടാണ്. അല്ല, എല്ലാ അച്ചാറും കടുകെണ്ണയിലല്ലേ ഇടുക? എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നല്ലെണ്ണയിലോ കടുകെണ്ണയിൽ അല്ല, എല്ലാ അച്ചാറും നല്ലെണ്ണയിലാണ് ഇടുക അല്ലേ. ഇത് കടുകെണ്ണയിലാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഈസ്റ്റർ ആവാറായി, 20-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും, ഫുഡിൻ്റെ പാറ്റേണേ മാറും എൻ്റെ. എന്തായാലും അതുവരെ ഇങ്ങനെയൊക്കെ ആവട്ടെ.